പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ചക്രവാണി ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി കുറേ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വർക്കൗട്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ജനറൽ ക്വസ്റ്റ്യൻസാണ്. നമ്മൾ പല പ്രാവശ്യം കേട്ട് പഠിച്ചതും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ഇതുകൂടി ആകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കിതെല്ലാം ഹൃദയസ്ഥമാവും. നിങ്ങളൊരു പ്രാവശ്യം വായിക്കാതെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വലിയ അധ്വാനമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ആൻസറിങ് ചെയ്യാൻ പറ്റും. അതിനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് മാത്രമേ പറയാനുള്ളൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി സിലബസ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുക. ആ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ കുറേ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ബാക്കിയൂടെ തീർക്കാനാണ് ശ്രദ്ധിക്കുക. ഈ ക്ലാസ്സോടുകൂടി നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രിയുടെ ഈ ജനറൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിങ് പൂർത്തിയാക്കാൻ പോവുകയാണ്. കേട്ടിരിക്കുക. ഏത് സംയുക്തത്തിൻ്റെ ഇനങ്ങളാണ് മാണിക്യവും ഇന്ദ്രനീലവും? മുൻപ് പഠിച്ചതാണ്. ഉത്തരം കൊറണ്ടം, കാർബൺ, വിട്രിയോൾ, പിച്ച് ബ്ലെൻഡ്. ഉത്തരം കൊറണ്ടം. ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ കഠിനജലം എന്നാൽ എന്ത്? സാന്ദ്രത കൂടിയ ജലം, സാന്ദ്രത കുറഞ്ഞ ജലം, ഭാരം കൂടിയ ജലകണം. ഇതൊന്നുമല്ല. ഉത്തരം ഇതൊന്നുമല്ല എന്നതാണ് ശരി. കാൽസ്യത്തിൻ്റെ, മെഗ്നീഷ്യത്തിൻ്റെ സൾഫേറ്റുകളും ക്ലോറൈഡുകളും അലിഞ്ഞു ചേരുമ്പോഴാണ് ജലത്തിന് സ്ഥിരകാഠിന്യം ഉണ്ടാകുന്നത്. കാൽസ്യം, മഗ്നീഷ്യം, കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സൾഫൈഡുകളും ക്ലോറൈഡുകളും അലിഞ്ഞു ചേരുന്നത് കൊണ്ടാണ്, ലയിച്ചു ചേരുന്നത് കൊണ്ടാണ് ജലത്തിന് സ്ഥിരകാഠിന്യം ലഭിക്കുന്നത്. വാഷിംഗ് സോഡ ചേർത്ത് ഡിസ്റ്റിലേഷൻ വിധേയമാക്കുക എന്നിവയിലൂടെ സ്ഥിരകാഠിന്യം നീക്കാവുന്നതാണ്. വാഷിംഗ് സോഡ ചേർക്കുക. അതുപോലെ ഡിസ്റ്റിലേഷൻ, വാറ്റലിന് വിധേയമാക്കുക. ഡിസ്റ്റിലേറ്റ് ചെയ്യുക എന്ന് പറയാൻ വാറ്റിയെടുക്കൽ. വിധേയമാക്കിയാൽ സ്ഥിരകാഠിന്യം നീക്കാവുന്നതാണ്. ഖനജലം എന്നറിയപ്പെടുന്നത് ഡൈഡ്യൂട്ടീറിയം ഓക്സൈഡാണ്. ഡൈഡ്യൂട്ടീറിയം ഓക്സൈഡിനെയാണ് ഖനജലം എന്നറിയപ്പെടുന്നത്. ആണവ റിയാക്ടറിൽ ന്യൂട്രോൺ മോഡറേറ്ററായി ഖനജലം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും കൂടെ ഒന്നുകൂടി പറയാം. കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളും ലയിച്ച് ചേരുന്നത് കൊണ്ടാണ് ജലത്തിന് സ്ഥിരകാഠിന്യം ഉണ്ടാകുന്നത്. വാഷിംഗ് സോഡ ചേർക്കുക, ഡിസ്റ്റിലേഷന് വിധേയമാക്കുക എന്നീ കാര്യങ്ങൾ കൊണ്ട്, എന്ന് പറഞ്ഞാൽ ചൂടാക്കുക, തിളപ്പിക്കുക എന്നീ കാര്യങ്ങൾ കൊണ്ട് സ്ഥിരകാഠിന്യം നീക്കം ചെയ്യാൻ സാധിക്കും. ഇനി ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്നറിയപ്പെടുന്നത് ഖനജലത്തെയാണ്. ആണവ റിയാക്ടറുകൾ മോഡറേറ്ററായി ഖനജലം ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മോഡറേറ്ററായി ഖനജലം ഉപയോഗിക്കുന്നു. ലോക നിഷ്കർഷണത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞാൽ ലോക ഐരിൽ നിന്നും ലോകം വേർതിരിക്കുന്ന പ്രവർത്തനത്തെയാണ് ലോക നിഷ്കർഷണം എന്ന് പറയുന്നത്. ഈ ലോക നിഷ്കർഷണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മെറ്റലർജി. ലോക നിഷ്കർഷണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മെറ്റലർജി. അടുത്ത് അറ്റോമിക ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അറ്റോമിക ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡാണ്. റൂദർഫോർഡ്, നീൽസ് ബോർ, ഡാൾട്ടൺ ഇവരാരുമല്ല. ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തിയ ആൾ റൂദർഫോർഡാണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് കൂടാതെ റൂദർഫോർഡ് ആറ്റത്തിൻ്റെ പ്രോട്ടോണുകളെ കണ്ടെത്തി. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്കാണ്. ഇനി നിബന്ധനമുള്ള ഒരു
തന്മാത്ര ഏതെന്ന് ചോദിച്ചാൽ എഥിലിനാണ്. അസറ്റിലിൻ, എഥിലിൻ, ഹൈഡ്രജൻ ക്ലോറൈഡ്, ജലം. ഉത്തരം എഥിലിൻ. ഫലങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. ഫലങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന പ്രത്യേകതരം ഹോർമോണുകളാണ് എഥിലിൻ. ഇനി ഉത്കൃഷ്ട മൂലകങ്ങൾ ആവർത്തന പട്ടികയിലെ ഏത് ഗ്രൂപ്പിൽപ്പെടും? ഉത്കൃഷ്ട മൂലകം 1-ാം ഗ്രൂപ്പിൽ, 2-ാം ഗ്രൂപ്പിൽ, 3-ാം ഗ്രൂപ്പിൽ, 0 ഗ്രൂപ്പിൽ. 0 ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഉത്കൃഷ്ട മൂലകങ്ങൾ അല്ലെങ്കിൽ നോബിൾ എലമെൻറ്റ്. 18-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ഉത്കൃഷ്ടവാതകങ്ങൾ, അലസവാതകങ്ങൾ, 0 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നിങ്ങനെ അറിയപ്പെടും. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ എന്നിവയാണ് ഉത്കൃഷ്ട മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന 0 ഗ്രൂപ്പ് മൂലകങ്ങൾ. 2-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് വിളിക്കും. ആവർത്തന പട്ടികയിൽ 2-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നും 3-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ 3-ാം ഗ്രൂപ്പിനും 11-ാം ഗ്രൂപ്പിനും ഇടയിൽ വരുന്നവ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ് എന്നും പറയുന്നു. 17-ാം ഗ്രൂപ്പ് ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നു. ഒന്നുകൂടെ പറയാം. 1-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലൈൻ ലോഹങ്ങളെന്നും 2-ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നും 3-ാം ഗ്രൂപ്പിനും 13-ാം ഗ്രൂപ്പിനും ഇടയിൽ വരുന്നവ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ് ട്രാൻസിഷൻ എലമെൻറ്റ് എന്നും പറയുന്നു. ട്രാൻസിഷൻ എലമെൻറ്റ് എന്നും പറയുന്നു. 17-ാം ഗ്രൂപ്പ് മൂലകമാവട്ടെ ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നു. ആറ്റത്തിനോ റാഡിക്കലിനോ, ആറ്റം ഗ്രൂപ്പുകളെയാണ് റാഡിക്കലുകൾ എന്ന് പറയുന്നത്. ആറ്റം ഗ്രൂപ്പുകളെ റാഡിക്കൽ എന്ന് പറയുന്നു. ആറ്റം ഗ്രൂപ്പുകളെ റാഡിക്കൽ എന്ന് പറയാം. ഇലക്ട്രോണുകളുടെ സ്ഥാനാന്തരം മുഖേന ഉണ്ടാകുന്ന ബന്ധനമാണ് ബന്ധനത്തെയാണ് അയോണിക ബന്ധനം എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോണുകളുടെ സ്ഥാനാന്തരം മുഖേന ഉണ്ടാവുന്ന ബന്ധനത്തെ അയോണിക ബന്ധനം എന്ന് പറയുന്നു. ഇനി തേയിലയിൽ കാണപ്പെടുന്ന ആസിഡ് ടാനിക് ആസിഡാണ്. തേയിലയിൽ കാണപ്പെടുന്ന ആസിഡ് ടാനിക് ആസിഡ്. ഒരു ലായനിയുടെ pH 7 ആണെങ്കിൽ ആ ലായനി ഡാഷ് ആയിരിക്കും. ഉത്തരം ന്യൂട്രൽ ലായനി എന്ന് പറഞ്ഞാൽ ജലം ഒരു ന്യൂട്രൽ ലായനിയാണ്. അതിൻ്റെ pH മൂല്യം 7 ആണ്. അടുത്തത് ജർമ്മൻ സിൽവർ എന്ന കൂട്ടുലോകത്തിൽ ഇല്ലാത്തതേത്? ജർമ്മൻ സിൽവർ എന്ന കൂട്ടുലോകം അതിൽ ഇല്ലാത്തത് വെള്ളി, നിക്കൽ, ചെമ്പ്, സിങ്ക്, വെള്ളി. ഉത്തരം വെള്ളി, നിക്കൽ, ചെമ്പ്, സിങ്ക്. ഉത്തരം വെള്ളി. വെള്ളിയുടെ അയിരുകൾ ആർഗനൈറ്റ് ആൻഡ് പ്രൗസ്റ്റൈറ്റ്. വെള്ളിയുടെ വെള്ളിയുടെ അയിരുകൾ, പ്രധാനപ്പെട്ട അയിരുകൾ. വെള്ളിയുടെ പ്രധാനപ്പെട്ട അയിരുകളിൽ ഒന്ന് ആർഗനൈറ്റ്, മറ്റൊന്ന് പ്രൗസ്റ്റൈറ്റ്. ഇത് വെള്ളിയുടെ 2 അയിരുകളാണ്, ആർഗനൈറ്റും പ്രൗസ്റ്റൈറ്റും. ഇനി ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ലാവോസിയാണ്. അമോണിയ വാതകം, സോഡ വാട്ടർ, ഓക്സിജൻ ഇവ കണ്ടെത്തിയത് നേരത്തെ പറഞ്ഞ ജോസഫ് പ്രിസ്റ്റ്ലിയാണ്. പ്ലാസ്റ്റിക് ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലായനി ക്ലോറോഫോമാണ്. അത് നേരത്തെ പറഞ്ഞു. വെളിച്ചെണ്ണ ലയിക്കുന്ന ലായനി ബെൻസിനാണ്. വെളിച്ചെണ്ണ ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലായനി ബെൻസിൻ.
ബെൻസിൻ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ. ബെൻസിൻ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ. വെളിച്ചെണ്ണ ലയിക്കുന്ന ലായനി ബെൻസിൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം നിക്കോട്ടിൻ. ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലോക മൂലകം മെർക്കുറി. ഇനി ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ്, ഡൈനാമിറ്റ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. പോളിമർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പദാർത്ഥം പെട്രോള്, ഗ്ലാസ്, ടെറിലിൻ, മാർബിൾ. ഉത്തരം ടെറിലിൻ. പോളിമർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ടെറിലിനാണ്. കൃത്രിമപ്പട്ടെന്ന് പറയുന്ന റയോണാണ്. ആദ്യത്തെ കൃത്രിമ നാര് റയോണാണ്. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നാര് റയോൺ. ഇത് കൃത്രിമപ്പട്ട് എന്നറിയപ്പെടുന്നത്. പ്രാചീന രസതന്ത്രത്തിന് ആൽക്കമി എന്ന പേര് നൽകിയതാര്? ആൽക്കമി. പ്രാചീന രസതന്ത്രത്തിന് ആൽക്കമി എന്ന പേര്, ആൽക്കമി എന്ന പേര് നൽകിയത് ആര്? ആൽക്കമിസ്റ്റുകൾ എന്ന് പറയുന്നത് വില കുറഞ്ഞ ലോഹങ്ങളെ സ്വർണമാക്കാൻ കഴിയും എന്ന കണ്ടുപിടുത്തം നടത്തിയവരെയാണ് ആൽക്കമിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ആൽക്കമിസ്റ്റുകൾ ആരായിരുന്നു എന്നാണ്. അപ്പോൾ ആൽക്കമി എന്ന പേര് നൽകിയത് അറബികളാണ്. പ്രാചീന രസതന്ത്ര ശാസ്ത്രജ്ഞന്മാരെയെല്ലാം ആൽക്കമിസ്റ്റുകൾ എന്ന് വിളിച്ചത് അറബികളാണ്. രാസസംയോജനത്തിലെ പ്രഥമ നിയമം, ആദ്യത്തെ നിയമം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര്? രാസസംയോജനം, കെമിക്കൽ കോമ്പിനേഷൻ. അതിൽ ആദ്യത്തെ നിയമം കണ്ടെത്തിയത് ലാവോസിയാണ്. പ്രതീകങ്ങൾ, രാസസൂത്രങ്ങൾ തുടങ്ങിയ ഉൾപ്പെട്ട ആധുനിക രസതന്ത്ര ഭാഷ സംഭാവന ചെയ്തത് ആര്? ഉത്തരം ബെർസേലിയസ്. ബെർസേലിയസ്. രസതന്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ച് ഓർഗാനിക് സംയുക്തം ആദ്യമായി നിർമ്മിച്ചതാര്? മെൻഡലീഫ്, ബെർസേലിയസ്, മൈക്കൽ ഫാരഡെ, ഫ്രെഡറിക് ഓളർ. ഉത്തരം ഫ്രെഡറിക് ഓളർ. രസതന്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ച്, രസതന്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ച് ഓർഗാനിക് സംയുക്തം ആദ്യമായി നിർമ്മിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഫ്രെഡറിക് ഓളർ. ഫ്രെഡറിക് ഓളർ കൃത്രിമമായി നിർമ്മിച്ച ജൈവ പദാർത്ഥം ഏതാണ്? ഉത്തരം യൂറിയ. യൂറിയ, പഞ്ചസാര, നൈലോൺ ഇതൊന്നുമല്ല. ഉത്തരം യൂറിയ. ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീഫ്. സ്റ്റീൽ എന്ന ലോകസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത്, സ്റ്റീൽ എന്ന ലോകസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പും കാർബണുമാണ്. കാലത്ത് നമ്മൾ പഠിച്ചു, ഇരുമ്പിൽ കാർബൺ കൂട്ടിച്ചേർത്തോ, ഇരുമ്പിൽ നിന്ന് കാർബൺ നീക്കം ചെയ്തോ, നിശ്ചിത അളവിൽ കാർബൺ ഉള്ള ഇരുമ്പുകളെ നമുക്ക് സ്റ്റീൽ എന്ന് വിളിക്കാം. ഓടിൻ്റെ ഘടകങ്ങളാണ് ചെമ്പും ടിന്നും. ഓടല്ലെങ്കിൽ വെളിച്ചീയം, അതിൻ്റെ ഘടകങ്ങൾ ചെമ്പും ടിന്നും. പെൻസിൽ മുന ഏത് പദാർത്ഥം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു? പെൻസിൽ മുന എന്ന് പറഞ്ഞാൽ പെൻസിലിൻ്റെ അകത്തിരിക്കുന്ന പദാർത്ഥം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ലെഡ്, ഗ്രാഫൈറ്റ്, മൈക്ക, കാർബൺ. ഉത്തരം ഗ്രാഫൈറ്റ്. ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട രാസവസ്തു, ടാൽക്കം പൗഡറുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട രാസവസ്തു ഹൈഡ്രേറ്റഡ് മെഗ്നീഷ്യം സിലിക്കേറ്റ്. ഹൈഡ്രേറ്റഡ് മെഗ്നീഷ്യം സിലിക്കേറ്റ്. ഹൈഡ്രേറ്റഡ് മെഗ്നീഷ്യം സിലിക്കേറ്റ്. ഹൈഡ്രേറ്റഡ്
മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് ടാൽക്കം പൗഡറിൽ അടങ്ങിയിരിക്കുന്നത്. ആസ്പിരിൻ്റെ രാസനാമം, വേദന സംഹാരിയായ ഒരു രാസവസ്തുവാണ് ആസ്പിരിൻ. ആസ്പിരിൻ ഗുളികകൾ. ഇതിൻ്റെ രാസനാമം അസറ്റൈൽ സാലിസിലിക് അമ്ലം. അസറ്റൈൽ സാലിസിലിക് അമ്ലം. അമ്ലം എന്ന് പറഞ്ഞാൽ ആസിഡ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് ആസ്പിരിൻ. ആസ്പിരിൻ ആദ്യമായി പരീക്ഷണശാലയിൽ നിർമ്മിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ. ഫെലിക്സ് ആദ്യമായി ആസ്പിരിൻ നിർമ്മിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ. ഫെലിക്സ് ഹോഫ്മാൻ ആദ്യമായി ആസ്പിരിൻ നിർമ്മിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ. അടുത്തത് ചുവപ്പ് ലെഡ് എന്ന് പറയുന്നത് എന്താണ്? ചുവന്ന ലെഡ് എന്ന് പറയുന്നത് ട്രൈപബ്ലിക് ടെട്രാ ഓക്സൈഡ്. ട്രൈപബ്ലിക് ടെട്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു. ട്രൈപബ്ലിക് ടെട്രോക്സൈഡ്. എപ്സം സാൾട്ട് രാസപരമായി അറിയപ്പെടുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് എന്നാണ്. മഗ്നീഷ്യം സൾഫേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ്. ഇനി ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയാൽ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടും. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ അതിനോട് കൂട്ടിച്ചേർക്കുന്ന മൂലകം ഏത്? സൾഫർ, ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. ഉത്തരം സൾഫർ. ഇങ്ങനെ റബ്ബറിൽ സൾഫർ കൂട്ടിച്ചേർത്ത് അതിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേര് വൾക്കനൈസേഷൻ എന്നാണ്. വൾക്കനൈസേഷൻ. റബ്ബറിൽ സൾഫർ കൂട്ടിച്ചേർത്ത് റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥത്തെ വൾക്കനൈസേഷൻ എന്ന് പറയുന്നു. അമോണിയ ഒരു ഡാഷാണ്. ഉത്തരം കീടനാശിനി, വളം, ശീതികാരി, പുഴുനാശിനി. ഉത്തരം അമോണിയ ഒരു നല്ല ശീതികാരിയാണ്. റോക്കറ്റ് ഇന്ധനമായി അറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ടോർച്ച് സെല്ലിൽ ഡാഷ് പ്രവർത്തനമാണ് നടക്കുന്നത്. പ്രകാശ രാസപ്രവർത്തനം, വൈദ്യുത രാസപ്രവർത്തനം, താപശോഷക പ്രവർത്തനം, അഡിഷൻ പ്രവർത്തനം. ഉത്തരം വൈദ്യുത രാസപ്രവർത്തനം. ടോർച്ച് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനം വൈദ്യുത രാസപ്രവർത്തനം. രാസപ്രവർത്തനം മുഖേന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക ആണ് ടോർച്ചിൽ സംഭവിക്കുന്നത്. അടുത്തത് മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോകം ലിഥിയമാണ്. ലിഥിയം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോകം കാൽസ്യം. എണ്ണയോ കൊഴുപ്പോ ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന ലവണമാണ് സോപ്പ്. അടുത്ത 2008 ചൈന ദുരന്തത്തിന് കാരണമായ രാസവസ്തു. ചൈന പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു
മെലാമൈൻ 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 എന്ന വസ്തു. മെലാമൈൻ എന്ന് പറയുന്നത് രാസവസ്തുവാണ്. രസതന്ത്രത്തിനും സമാധാനത്തിനും നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ, രസതന്ത്രത്തിനും സമാധാനത്തിനും നോബൽ സമ്മാനം നേടിയ ഒരേ ഒരു ശാസ്ത്രജ്ഞൻ ലീനസ് പോളിംഗ് ആണ്. നീന്തൽ കുളങ്ങൾ അണുവിയുക്തമാക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ക്ലോറിനാണ്. ക്ലോറിൻ ഓക്സിജൻ്റെ യഥാർത്ഥ ദ്രവ ഓക്സിജൻ്റെ നിറം, ദ്രാവക രൂപത്തിലുള്ള ഓക്സിജൻ്റെ നിറം നേരിയ നീല നിറമാണ്. അടുത്ത് കരിമണലിൽ കൂടുതലായി കാണപ്പെടുന്ന ധാതു ഇൽമനൈറ്റ് ആണ്. ഇൽമനൈറ്റ്. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോകധാതു അയണാണ്. അയൺ, ഇരുമ്പ്. ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ തോംസൺ. അടുത്ത ഫ്രിയോൺ ഉപയോഗിക്കുന്നത് എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്ററുകൾ, ടെലിവിഷനുകൾ, ന്യൂക്ലിയർ റിയാക്ടറുകൾ. ഉത്തരം റെഫ്രിജറേറ്ററുകളിലും എയർ കണ്ടീഷനിലുമാണ് ഫ്രിയോൺ ഉപയോഗിക്കുന്നത്. ഫ്രിയോൺ എന്ന വാതകം ഉപയോഗിക്കുന്നത് റെഫ്രിജറേറ്ററുകളിലും എയർ കണ്ടീഷനിലും. ഇനി ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ന്യൂട്രലൈസേഷൻ. ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചാൽ ജലവും ലവണങ്ങളും ഉണ്ടാകുന്ന പ്രവർത്തനത്തെ ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കും. ന്യൂട്രലൈസേഷൻ എന്ന് പറയും. ഗ്ലാസിൻ്റെ രാസനാമം സിലിക്കൺ ഡയോക്സൈഡ്. സാധാരണ ഗ്ലാസിൻ്റെ രാസനാമം സിലിക്കൺ ഡയോക്സൈഡ്. ഓരോ ഗ്ലാസിനും ഓരോ രാസനാമം ഉണ്ട് എങ്കിലും ഗ്ലാസിലെ പ്രധാന ഘടകം സിലിക്കൺ ഡയോക്സൈഡ്. പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണ. പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണ. മണ്ണെണ്ണ പറയുന്ന പേരാണ് പാരഫിൻ ഓയിൽ. പാരഫിൻ ഓയിൽ മണ്ണെണ്ണ. പാരഫിൻ ഓയിൽ എന്ന് പറയുന്നത് മണ്ണെണ്ണയാണ്. മറ്റൊന്ന് തത്വജ്ഞാനിയുടെ കമ്പിളി എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡാണ്. തത്വജ്ഞാനിയുടെ കമ്പിളി എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ്. പഞ്ചലോകത്തിലെ ഘടകമല്ലാത്തത് സ്വർണം, വെള്ളി, ഈയം, സിലിക്കൺ. ഉത്തരം സിലിക്കണാണ്. പഞ്ചലോകത്തിലെ പ്രധാന ഘടകങ്ങൾ ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം, ഇരുമ്പ്. സയനൈഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോകം സ്വർണമാണ്. സയനൈഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ലോകം സ്വർണം. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയവും വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാസ്റ്റിക്കുമാണ്. കറുത്ത സ്വർണം എന്ന് പറഞ്ഞാൽ കാർഷികവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് കുരുമുളകാണ്. കണ്ണുകളുടെ ശുദ്ധീകരണം ഉപയോഗിക്കുന്ന ആസിഡ് ബോറിക് ആസിഡ്. കണ്ണുകൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ബോറിക് ആസിഡാണ്. വീഞ്ഞിലടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ്. വാളൻപൊടിയിൽ ടാർട്ടാറിക് ആസിഡ്. ഇനി ഭൂമിയിൽ ഏറ്റവും ദുർലഭമായി കാണപ്പെടുന്ന മൂലകം. ഭൂമിയിൽ ഏറ്റവും ദുർലഭമായി വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്ന മൂലകമാണ് അസ്റ്റാറ്റിൻ. ഇത് ഭൂമിയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അസ്റ്റാറ്റിൻ. ഇനി ടൈപ്പ് മെറ്റൽ എന്നതിലെ ഘടകങ്ങൾ. ടൈപ്പ് മെറ്റൽ എന്നതിലെ ആ ഘടകമല്ലാത്തത് സിങ്കാണ്.
ഉത്തരം കോപ്പർ, ടിൻ, ആൻറ്റിമണി, സിങ്ക്. ഉത്തരം സിങ്കാണ്. ആദ്യത്തെ കൃത്രിമ റബ്ബറിൻ്റെ പേര് നിയോപ്രിൻ. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം യൂട്യൂബിലുള്ളതാണ്. ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രിൻ. കൃത്രിമ നാര് റയോൺ. കൃത്രിമ പ്ലാസ്റ്റിക് ബാക്കലൈറ്റ്. കൃത്രിമ മൂലകം ടെക്നീഷ്യം. തേനിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഫ്രാക്ടോസാണ്. ഫ്രാക്ടോസ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ പഞ്ചസാര സാക്കറിനാണ്. കരിമ്പിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര സുക്രോസാണ്. ഇനി പ്ലംബിസം എന്നറിയപ്പെടുന്നത് ഡാഷിൻ്റെ മലിനീകരണം മൂലമുള്ള ആരോഗ്യ പ്രവർത്തനമാണ്. ഉത്തരം കാഡ്മിയം, മെർക്കുറി, ലെഡ്, പൊട്ടാസ്യം. ലെഡാണ് ഉത്തരം. ലെഡിൻ്റെ മലിനീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നമാണ് പ്ലംബിസം. 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 അടുത്ത ചോദ്യം. മനുഷ്യ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് അറിയപ്പെടും. മ്യൂറിയാറ്റിക് ആസിഡ് എന്നും ഇതിന് പേരുണ്ട്. അക്വാഫോർട്ടിസ്, സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ്. കാർബണിൻ്റെ അംശം ഏറ്റവും ഉയർന്ന കൽക്കരിയുടെ പേരാണ് ആന്ത്രസൈറ്റ്. ഏറ്റവും കുറവ് പീറ്റ്. കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ പേരാണ് ആന്ത്രസൈറ്റ്. എന്നാൽ അളവ് കുറഞ്ഞ കൽക്കരിയാണ് പീറ്റ്. ഒരേ വിഷയത്തിൽ 2 തവണ സമ്മാനം നേടിയ വ്യക്തി ഫ്രെഡറിക് സാങ്ങർ. ഫ്രെഡറിക് സാങ്ങർ. മാഡം ക്യൂറിക്ക് ഭൗതികശാസ്ത്രം 1903-ലും 1911-ലും കിട്ടിയതാണ്. കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ്. പെയിൻറ് നിർമ്മാണത്തിൽ ചുവന്ന വർണ്ണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. പെയിൻറ് നിർമ്മാണത്തിൽ ചുവന്ന വർണ്ണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം മെർക്കുറിക് സൾഫൈഡ്. മെർക്കുറിക് സൾഫൈഡ്. മെർക്കുറിക് സൾഫൈഡ്. ഇനി ലിറ്റ്മസ് പേപ്പറിൽ ചെറുനാരങ്ങ നീരൊഴിച്ചാൽ ഏത് നിറമാവും? ഉത്തരം ചുവപ്പാണ്. ആസിഡും ആൽക്കലിയും തമ്മിലുള്ള പ്രവർത്തനം മുഖേന. IUPACയുടെ ആസ്ഥാനം ജനീവയിലാണ്. പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയാണ് IUPAC. ഈ IUPACയുടെ ആസ്ഥാനം ജനീവ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ആസ്ഥാനം ജനീവ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആംപെയർ. വൈദ്യുതപ്രവാഹ തീവ്രത. ശബ്ദം അളക്കാനുള്ള യൂണിറ്റ് ഡെസിബൽ. ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജോൾ. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്, പീക്കോ ഫാരഡ്. മൈക്രോ ഫാരഡ് ആൻഡ് പീക്കോ ഫാരഡ്. ഇനി ഇലക്ട്രിക് പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് വാട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളം. മർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ്. വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് കിലോവാട്ട് മണിക്കൂർ. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഘനമീറ്റർ. ഭൗതികശാസ്ത്ര ആദ്യത്തെ നോബൽ സമ്മാനം നേടിയതാര്? വില്യം റോൺജൻ. എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിന്.
മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് തോമസ് ആൽവ എഡിസൺ. ഭൗതിക ശാസ്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ CV രാമൻ. ഭൗതിക ശാസ്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ വനിത മാഡം ക്യൂറി. ലോകത്തിൽ ഏറ്റവും അധികം പേറ്റന്റുകൾ നേടിയ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. ക്വാണ്ടം തിയറിയുടെ പിതാവ് മാക്സ് പ്ലാങ്ക്. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹീമർ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ. എക്സ്റേ കടന്നു പോകാത്ത ലോകം EM അല്ലെങ്കിൽ ലെഡ്. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹീമർ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ. വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ. ആൽഫ ഗാമ ബീറ്റ കണ്ടെത്തിയത് റൂദർഫോർഡ്. എക്സ്റേ കടന്നു പോകാത്ത ലോകം EM. ശബ്ദത്തിന് ഡാഷിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല ശൂന്യതയിൽ കൂടി. താഴെ പറയുന്നവയിൽ ഇൻസുലേറ്റർ ഏത്? വെള്ളി, ചെമ്പ്, സ്വർണം, റബ്ബർ. ഉത്തരം റബ്ബർ. അലോക വസ്തുക്കൾ കൂടി വൈദ്യുതി കടന്നു പോകില്ല. ആദ്യമായി മനുഷ്യൻ നിർമ്മിച്ച കൃത്രിമ നാര് റയോൺ. മഞ്ഞുരുകുന്നത് ഏത് മാറ്റമാണ്? ഭൗതിക മാറ്റം. താഴെ പറയുന്നത് കാന്തിക വസ്തു അല്ലാത്തത്? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, മാംഗനീസ്. ഉത്തരം മാംഗനീസ്. ഖരവസ്തുക്കൾ താപം പ്രസരിക്കുന്ന രീതി ചാലനം. അതിചാലകതയുള്ള പദാർത്ഥമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിചാലകതയെക്കുറിച്ചുള്ള പഠനമാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് എപ്പോൾ? പൗർണമി നാളിൽ. താഴെ തന്നിരിക്കുന്നതിൽ കാന്തിക വസ്തുവിന് ഉദാഹരണം നിക്കൽ. സാധാരണ ടോർച്ച് സെല്ലിൻ്റെ വോൾട്ടേജ് 1.5 വോൾട്ട്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലം. ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ സ്ഥാപിച്ചത് ആര്? ഹോമി ജഹാംഗീർ ഭാഭ. ISRO സ്ഥാപിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപകൻ CV രാമൻ. ഇന്ത്യൻ അണുശാസ്ത്രജ്ഞ പിതാവ് ഹോമി H.J. ഭാഭ. പൊക്രാൻ അണുസ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ രാജ രാമണ്ണ. അന്തരീക്ഷമർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ടോറിസെല്ലി. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതവസ്ഥയിൽ? പ്ലാസ്മാവസ്ഥയിൽ. പദാർത്ഥത്തിൻ്റെ 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. ജലസംഭരണികൾ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ഏത് തരം ഊർജമാണ് ഉള്ളത്? സ്ഥിതികോർജം. 1ാം വർഗ ഉദ്യോഗത്തിന് ഉദാഹരണം കപ്പി. ഒരു ക്രിക്കറ്റ് ബോൾ അടിച്ചു തെറിപ്പിക്കുമ്പോൾ അതിന്മേൽ പ്രയോഗിക്കുന്ന ബലം ഇമ്പൾസീവ് ബലം. അടുത്ത ചോദ്യം. പരീക്ഷണങ്ങൾക്കാവശ്യമായി പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തെ ഉപയോഗിച്ചത് ആര്? ഉത്തരം ഗലീലിയോ. ഫീസ് കമ്പി ഉപയോഗിക്കുന്ന എന്തിന്? ഉത്തരം അമിത വൈദ്യുതപ്രവാഹം തടയാൻ. ബാരോമീറ്ററിലെ മർദ്ദത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയുകയാണെങ്കിൽ അതിൻ്റെ സൂചന കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കും.
വികിരണതാപത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം ആക്ടിനോമീറ്റർ. ന്യൂക്ലിയർ ഫിഷൻ സമയത്ത് ന്യൂക്ലിയസിനെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? ന്യൂട്രോൺ. ന്യൂക്ലിയസിനെ വിഭജിക്കാൻ ന്യൂട്രോണാണ് ഉപയോഗിക്കുന്നത്. ആറ്റം ബമ്പിൽ ന്യൂക്ലിയർ ഫിഷനാണ് നടക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിൽ നിയന്ത്രണ ദണ്ഡുകളായി ഉപയോഗിക്കുന്നത് കാഡ്മിയം ദണ്ഡുകളാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂട്രോണിൻ്റെ വേഗം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് മോഡറേറ്റർ. ഖനജലം ഒരു മോഡറേറ്ററാണ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് റൂദർഫോർഡാണ്. ചെയിൻ റിയാക്ഷൻ കണ്ടുപിടിച്ചത് ഹെൻറിക്കോ ഫെർമിയാണ്. ഹെൻറിക്കോ ഫെർമി. അടുത്ത് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയ ട്രാൻസ്മ്യൂട്ടേഷൻ നടത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ്. താഴെ പറയുന്നതിൽ പ്രാഥമിക വർണ്ണം അല്ലാത്തത് പച്ച, ചുവപ്പ്, നീല, മഞ്ഞ. പ്രാഥമിക വർണ്ണമല്ലാത്തത് മഞ്ഞ. ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ഇനി എല്ലാ നിറത്തെയും ആഗിരണം ചെയ്യുന്ന വസ്തുവിൻ്റെ നിറം കറുപ്പ്. എല്ലാ നിറത്തെയും പ്രതിഫലിപ്പിക്കുന്ന വസ്തുവിൻ്റെ നിറം വെളുപ്പ്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. മഴവില്ലിന് കാരണമായ പ്രതിഭാസം പ്രകീർണനം. മഴവിൽ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന നിറം ചുവപ്പ്, ഏറ്റവും താഴെ കാണപ്പെടുന്നത് വയലറ്റ്. തരംഗദൈർഘ്യം ഏറ്റവും കുറവും ആവർത്തിയ ഊർജം വിസരണം എന്നിവ കൂടുതലും ഉള്ളത് വയലറ്റ് രശ്മികൾക്ക്. മറ്റൊരു ചോദ്യം, സോപ്പ് കുമിളകളുടെ വർണ്ണത്തിളക്കത്തിന് കാരണമായ പ്രതിഭാസം ഇൻ്റർഫറൻസ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പ്രകാശവേഗം ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലിയോൺ ഫൂക്കാൾട്ട്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത് ഹെൻറിച്ച് ഹെർട്സ്. ആകാശ നീലനിറത്തിൽ കാണുന്നത് പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസം മൂലമാണ്? വിസരണം മുഖേന. ഒപ്റ്റിക്കൽ ഫൈബറുകൾക്ക് പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസം മൂലമാണ് പ്രവർത്തിക്കുന്നത്? ഒപ്റ്റിക്കൽ ഫൈബറുകൾ പ്രവർത്തിക്കുന്നത് പ്രകാശത്തിൻ്റെ അപവർത്തനം മുഖേന. മരുഭൂമികളിൽ അനുഭവപ്പെടുന്ന മരീചിക പ്രകാശത്തിൻ്റെ ഡാഷ് മുഖേനയാണ്, അപവർത്തനം. സൂര്യാഘാതം ഉണ്ടാകുന്നതിന് കാരണം അൾട്രാ വയലറ്റ് കിരണങ്ങൾ. വ്യക്തമായ കാഴ്ചകളുടെ ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്റർ. നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതിലാണ് ഹ്രസ്വദൃഷ്ടി ഉണ്ടാകുന്നത്. ഇവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ പതിക്കുന്നു. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? ഉത്തല ദർപ്പണം. ഭൂതക്കണ്ണാടിയായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? സ്പെറിക്കൽ മിറർ. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം അവതല ദർപ്പണം. അടുത്ത്, മനുഷ്യൻ്റെ കണ്ണുകളിൽ ലെൻസ് ഏത് തരത്തിലുള്ളതാണ്? കോൺവെക്സ്. വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. കേൾവിക്കുറവ് പരിഹരിക്കുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു ഓഡിയോഫോൺ. ക്ലോറിൻ വേപ്പർ ലാമ്പിൻ്റെ നിറം പച്ച. ഹൈഡ്രജൻ വേപ്പർ ലാമ്പിൻ്റെ നിറം നീല. നൈട്രജൻ വേപ്പർ ലാമ്പിൻ്റെ നിറം ചുവപ്പ്. മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ നിറം വെള്ള. വാഹനങ്ങൾ ഓടി ദൂരം കണക്കാക്കുന്നത് ഓഡോമീറ്റർ ഉപയോഗിച്ച്. 1 കിലോ വാട്ട് 1000 വാട്ട്സ്, എന്നാൽ 1 മെഗാവാട്ട് 1,00,000
കിലോവാട്ട്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക രീതി കാർബൺ ഡേറ്റിംഗ്. വൈദ്യകാന്തിക പ്രേരണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡെ. വിമാനങ്ങൾക്ക് പക്ഷിയുടെ ആകൃതി നൽകാനുള്ള കാരണം വായുമർദ്ദം കുറയ്ക്കാൻ. ജലത്തിൻ്റെ വിശിഷ്ടതാപധാരിത 4200 ജൂൾ കിലോമീറ്റർ പെർ കെൽവിൻ. ജലത്തെ 0 ഡിഗ്രിയിൽ നിന്നും 20 ഡിഗ്രിയിലേക്ക് ചൂടാക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടുന്നു കുറയുന്നു. ആദ്യം കുറയും പിന്നെ കൂടും. ഉത്തരം ആദ്യം കുറയും പിന്നെ കൂടും. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 0.001 മില്ലിമീറ്റർ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ഏത്? അപ്സര. അമേരിക്കയിലെ ഏത് പട്ടണത്തിലാണ് തോമസ് ആൽവ എഡിസൺ ജനിച്ചത്? മിലാൻ എന്ന പട്ടണത്തിലാണ് തോമസ് ആൽവ എഡിസൺ ജനിച്ചത്. ഡാഷിൻ്റെ പ്രവാഹമാണ് വൈദ്യുതി. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈബർ സ്പേസ് എന്ന പേരാദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിബ്സൺ. വില്യം ഗിബ്സൺ അടുത്ത് കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉദ്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം വോൾട്ടത വ്യത്യാസപ്പെടുത്തുക. ഫോട്ടോയിലെ പ്രഭാവം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെൻറിച്ച്. അടുത്ത ചോദ്യം. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനിയാണ്. പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും അറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ശുക്രൻ. ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം ശനി. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. ഭൂമിയുടേതുപോലെ ഋതുക്കളുള്ള ഗ്രഹം ചൊവ്വ. കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ശുക്രൻ. പരിക്രമണത്തെക്കാളേറെ സമയം ഭ്രമണത്തിലെടുക്കുന്ന ഏകഗ്രഹം ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ളത് ഏത് ഗ്രഹത്തിലാണ്? നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിലാണ് ഇത്തരം വലയങ്ങൾ ഉള്ളത്. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം നെപ്റ്റ്യൂൺ. വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. റോമാക്കാരുടെ പ്രണയദേവതയുടെ പേര് നൽകപ്പെട്ട ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ശുക്രൻ അഥവാ വീനസ്. ഉപഗ്രഹമില്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനും. ഏറ്റവും വലിയ അന്തർഗ്രഹം ഭൂമിയാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ഗ്രഹം ഭൂമി. റോമാക്കാരുടെ സന്ദേശവാഹക ദേവൻ്റെ പേർ നൽകിയിരിക്കുന്ന ഗ്രഹം ഏത്? ബുധൻ ഓർ മെർക്കുറി. ഭാരതീയ സങ്കല്പങ്ങളുടെ ബൃഹസ്പതി ഏത് ഗ്രഹമാണ്? വ്യാഴം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ.
ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റൻ. ടൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായുള്ള വാതകം നൈട്രജൻ. ഭൂമിയുടെ ഭൂതകാലം എന്നറിയപ്പെടുന്നത് ടൈറ്റൻ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം വ്യാഴം. ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. ജോഹൻ ഗാലി ആണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത് ജോഹൻ ഗാലി. അടുത്തത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരോടുകൂടിയ ഗ്രഹം ഏത്? ശനി. ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത് ഗലീലിയോ. സൗരയൂഥത്തിൽ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനി. ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരോട് കൂടിയ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന യുറാനസ്. ധ്രുവപ്രദേശങ്ങൾ സൂര്യനഭിമുഖമായ ഗ്രഹം യുറാനസ്. മീഥേനിൻ്റെ സാന്നിധ്യമുള്ള ഗ്രഹം യുറാനസ്. ഭൂമിക്ക് സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ചൊവ്വ. ഫോബോസ്, ഡീവോസ് എന്നിവ ചൊവ്വയുടെ ഉപഗ്രഹങ്ങളാണ്. കറുത്ത ചന്ദ്രനാണ് ഫോബോസ്. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ജ്യോതിർഗോളം ചന്ദ്രൻ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ സെലനോളജി. ഉപഗ്രഹങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം 5ാം സ്ഥാനം. ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യാനെടുക്കുന്ന സമയം 27 ദിവസം 27 മണിക്കൂർ 43 മിനിറ്റ്. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ ചന്ദ്രോപരിതലം 59%. ഒരു മാസത്തിൽ ദൃശ്യമാവുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനാണ് ബ്ലൂ മൂൺ അഥവാ നീലചന്ദ്രൻ. ചന്ദ്രനിലെ പലായന പ്രവേഗം 2.38 km/s. ചന്ദ്രനിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ ആകാശത്തിൽ നിറം കറുപ്പ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21. മനുഷ്യന് ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച പേടകം അപ്പോളോ 11. പ്രശാന്തിയുടെ സമുദ്രം, കൊടുങ്കാറ്റിൻ്റെ സമുദ്രം, മഴത്തുള്ളികളുടെ സമുദ്രം എന്നിവയെല്ലാം ചന്ദ്രനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കണ്ടുവരുന്ന മൂലകം ടൈറ്റാനിയം. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേഷണ വാഹനം ചന്ദ്രയാൻ 1. ചന്ദ്രഗ്രഹണം നടക്കുന്നത് പൗർണമി ദിനങ്ങളിലാണ്. ചന്ദ്രനിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം ഭൂമിയിൽ അനുഭവപ്പെടുന്നതിൻ്റെ 1/6 മാത്രം. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ് അഥവാ 8 മിനിറ്റ് 20 സെക്കൻഡ്. സൂര്യനിൽ നിന്ന് താപോർജം എത്തുന്നത് വികിരണ മുഖേന. ഭൂമിയിൽ നിന്ന് ദൃശ്യമാവുന്ന സൂര്യൻ്റെ ഭാഗം ഫോട്ടോസ്ഫിയർ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമായ സൂര്യഗ്രഹണം നടന്നത് 2000 ജൂലൈ 22. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ദൈർഘ്യമേറിയ വലിയ സൂര്യഗ്രഹണം നടന്നത് 2010 ജനുവരി 15. ചിഹ്നഗ്രഹങ്ങൾ കാണപ്പെടുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജാനുവരി 3. ജാനുവരി 3 സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയ ദിവസം ജൂലൈ 4. ജൂലൈ 4. ഭൗമദിനം ഏപ്രിൽ 22. 76 വർഷത്തൊരിക്കൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ധൂമകേതു ഹാലിയുടെ വാൽനക്ഷത്രം. ഹാലിയുടെ ധൂമകേതു അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് 1988. ഇനി ദൃശ്യമാവുന്ന 2061. നൂറ്റാണ്ടിൻ്റെ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്നത് 1000 വർഷത്തിലേക്കൊരിക്കലാണ് ദൃശ്യമാവുന്നത്. നൂറ്റാണ്ടിൻ്റെ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്നത് ഹേൽബോപ്പ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ പ്രവേഗം
3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിൽ. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ടോക്കിയോണുകൾ. ടോക്കിയോണുകളെക്കുറിച്ചുള്ള സിദ്ധാന്തം അവതരിപ്പിച്ച മലയാളി ശാസ്ത്രജ്ഞൻ ECG സുദർശനൻ. സൂര്യൻ ഉൾപ്പെടെ നക്ഷത്ര സമൂഹം. ആകാശ ഗംഗ. ഡോക്ടർ ECG സുദർശനൻ കമ്പ്യൂട്ടർ സെൻറ്റർ എവിടെയാണ്? കോട്ടയം CMS കോളേജ്. ആകാശത്തിലെ നിയമ സംവിധായകൻ കെപ്ലർ. ഗ്രഹങ്ങളുടെ ചലന നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് കെപ്ലർ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ എന്നിവ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ കൃതികളാണ്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, യൂണിവേഴ്സ് ഇൻ നട്ട്ഷെൽ എന്നിവയാണ് സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. താഴെ പറയുന്നതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? യാഹൂ, ലിനക്സ്, ജാവ, മോസില്ല, ഫയർബോക്സ്. ഉത്തരം മോസില്ല ഫയർബോക്സ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് സിമുർ ക്രേ. ഇമെയിലിൻ്റെ പിതാവ് റേ ടോമിൻസൺ.